അറിയില്ല ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. ഏട്ടൻ വേഗം വാ. അമ്മുവിൻ്റെ പൊട്ടിക്കരച്ചിൽ അവൻ്റെ കാതിൽ മുഴങ്ങി. സച്ചി ഉടനെ തന്നെ ആ നമ്പർ തൻ്റെ മൊബൈലിൽ പകർത്തിയെടുത്ത് സൈബർ ടീമിന് കൈമാറിയിരുന്നു. മോള് വിഷമിക്കാതെ, ഏട്ടൻ ഉടനെ എത്താം. അവരെങ്ങോട്ടാണ് നിന്നെ കൊണ്ടുപോയത്? മോളെ അവർ ഉപദ്രവിച്ചോ? ഇല്ല, ഇത് ഇത് റെഡ് സ്ട്രീറ്റ് ആണെന്ന് ഇവിടെയുള്ള ചേച്ചി പറഞ്ഞത്. കിച്ചുവിൻ്റെ ശരീരം തളരും പോലെ തോന്നി. ഏട്ടാ, ഈ ചേച്ചിയാ ഫോൺ തന്ന് സഹായിച്ചത്. മാധുരി എന്ന പേര്. ചേച്ചി അവർ തടങ്കലിലാക്കി വെച്ചേക്കുവാ. മലയാളിയാ. ഏട്ടൻ വരുമ്പോൾ എനിക്കിപ്പം ചേച്ചിയെ കൂടി രക്ഷിക്കണേ. ചേച്ചി പാവമാ. മാധുരിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. മോള് ആ ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. അമ്മു മാധുരിക്ക് ഫോൺ നീട്ടി. അവൾ ഒരു വിറയലോടെ ഫോൺ വാങ്ങി. കുട്ടി, തീർച്ചയായും തന്നെ കൂടി ഞങ്ങൾ അവിടുന്ന് രക്ഷിച്ചിരിക്കും. ദയവായി ആ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള ഒരു ക്ലൂ എങ്കിലും പറഞ്ഞു തരുമോ? ആരുടെ കീഴിലാണ് നിങ്ങൾ അവിടെ ഉള്ളത്? ആ സംഘത്തലവൻ്റെ പേരെന്താ? സ്ട്രീറ്റ് നമ്പർ 16, അതിൽ 3ാമത്തെ വീടാണ്. രത്തൻ ഭായി എന്നാണ് അയാളുടെ പേര്. നിങ്ങളിന്ന് വൈകുന്നേരത്തിന് മുൻപ് ഇവിടെ എത്തിയില്ലെങ്കിൽ അമ്മുവിനെ നിങ്ങൾക്കൊരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല. രത്തൻ അയാളുടെ ഭാര്യയാക്കാനാണ് അമ്മുവിനെ പിടിച്ചുകൊണ്ട് വന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോലീസിനെ കൂട്ടി വന്നാൽ യൂണിഫോമിൽ വരരുത്. അങ്ങനെ വന്നാൽ സ്ട്രീറ്റിന് പുറത്ത് വെച്ച് തന്നെ നിങ്ങൾ തടയപ്പെടും. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിലായിരിക്കണം എത്തേണ്ടത്. മറക്കരുത്, സ്ട്രീറ്റ് നമ്പർ 16. ഞാൻ വെക്കുക. അവർ ഇപ്പോൾ മടങ്ങിയെത്തും. ഈ ഫോൺ ഇവിടെയുള്ളൊരു പയ്യൻ്റേതാണ്. പേര് പാസ്വാൻ. പോലീസിനോട് പറയണം അവനെ ഒരിക്കലും ആ ദുഷ്ടന്മാർക്കൊപ്പം പിടിച്ചുകൊണ്ട് പോകരുതെന്ന്. അവനാണ് ഫോൺ നൽകി സഹായിച്ചത്. മാധുരി വെപ്രാളത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ പാസ്വാൻ്റെ അടുത്തേക്ക് ഓടി ഫോൺ അവനെ ഏൽപ്പിച്ചു. ആ കുട്ടി പറഞ്ഞത് സത്യമാണ് കിച്ചു. സ്ട്രീറ്റ് 16 ആണ് ആ നമ്പറിൻ്റെ ലൊക്കേഷൻ. ഉടനെ നമുക്കവിടെ പുറപ്പെടണം. ദൈവം ഉണ്ടടാ കിച്ചു. അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ അമ്മു ഇങ്ങോട്ട് വിളിച്ചത്. രാകേഷ് പറഞ്ഞപ്പോൾ കിച്ചുവിൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന നെരിപ്പോടിന് ശമനം വന്നു. ഇനിയെന്താ പ്ലാനെന്ന് ഞാൻ വിശദമാക്കണ്ടല്ലോ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ ഒരു സമർത്ഥനായ ഓഫീസറല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മിസ്റ്റർ കിഷോർ സത്യ. സച്ചിയുടെ അവസാനത്തെ വാക്കുകൾ രാകേഷിൽ ഞെട്ടലോടെ കിച്ചനുവേനെ നോക്കി. സച്ചി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കിച്ചുവിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ സെൻട്രൽ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ രാകേഷ് അത്ഭുതത്തോടെ ചോദിച്ചുപോയി. CBI പോലൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് SBI. വളരെ സീക്രട്ടായിട്ടുള്ള അങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അവരിൽ പലരും സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെച്ചാണ് ജീവിക്കുന്നത് പോലും. അങ്ങനെ ഒരാളാണ് കിഷോർ സത്യ IPS. ഞാനും കിച്ചുവും ഡൽഹിയിലെ കേദാർ സിവിൽ സർവീസ് അക്കാദമിയിലാണ് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്തത്. അവിടുന്നാണ് ഈ സൗഹൃദത്തിൻ്റെ തുടക്കം. വളരെ രഹസ്യ സ്വഭാവവും ഇൻവെസ്റ്റിഗേഷൻ മൈൻഡുമുള്ള കിച്ചുവിനെ അന്നേ ഡയറക്റ്റ് സീക്രട്ട് ഏജൻസിയിൽ സെൻട്രൽ മിനിസ്ട്രി അപ്പോയിൻറ്റ്മെൻറ്റ് വക ചെയ്യുകയായിരുന്നു. ആൾ ഇന്ത്യ സർവീസിൽ റാങ്കിങ്ങിൽ കിച്ചുവിന് 10ാം റാങ്കായിരുന്നു. കിച്ചു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ സിവിൽ സർവീസിൽ ചെറിയൊരു റാങ്ക് കിട്ടിയാൽ പോലും അത് നാട്ടിൽ പത്രത്തിൽ വരുന്നതല്ലേ. അപ്പോഴും നാട്ടിലാരും നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അമ്മുവിന് പോലും ഇത് അറിയില്ലെന്ന് എനിക്ക് അതിശയമാണ്. സീക്രട്ട് ഏജൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും പുറത്തു വരാതെ ഇരിക്കുക എന്നാണ്. പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, പക്ഷെ ഞാൻ നാട്ടിലല്ലായിരുന്നു ആ സമയം. ആരും ഇത് ശ്രദ്ധിച്ചതുമില്ല. ഫൈസിക്കും സന്ദീപിനും അല്ലാതെ വേറെ ആർക്കും ഈ കാര്യം അറിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്തിനാ വൈകുന്നത്? പോകാം. സച്ചി യൂണിഫോം മാറ്റി സാധാരണ വേഷത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു. കിച്ചു, നമ്മുടെ മഫ്തിയിലുള്ള പോലീസ് ഫോഴ്സ് സ്ട്രീറ്റിന് പുറത്തുണ്ടാവും. നിന്റെ കയ്യിൽ പിസ്റ്റളുണ്ടല്ലോ? കിച്ചു മൂളി. 3 പേരും രാകേഷിൻ്റെ കാറിൽ കാമാത്തിപുരയിലേക്ക് തിരിച്ചു. അവൻ്റെ വരവും കാത്ത് പ്രതീക്ഷയോടെ അമ്മുവും. മാധുരി. രത്തൻ്റെ അലർച്ചയിൽ മാധുരി ഞെട്ടിക്കൊണ്ട് വാതിൽ തുറന്നു പുറത്തിറങ്ങി. അമ്മു ഭയത്തോടെ മുറിയുടെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. ഇത് ഇവളെ അണിയിക്കാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ്. 6 മണിക്ക് ഇവിടെ പണ്ഡിറ്റ്ജി വരും. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. അവളെ വല്ലതും കഴിപ്പിച്ച് ഒരുക്കി നിർത്തണം. പൊയ്ക്കോ. അയാൾക്ക് മുന്നിൽ തലകുലുക്കിക്കൊണ്ട് മാധുരി തിരികെ റൂമിൽ കയറി വാതിലടച്ചു. എന്താ ചേച്ചി ഇതൊക്കെ? അയാൾ വന്നോ? മാധുരി ഒരു നെടുവീർപ്പോടെ അവളെ നോക്കിയിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും കട്ടിലിൽ കൊണ്ടുവച്ചു. മോളൊന്ന് മേല് കഴുകിയിട്ട് വാ, എന്നിട്ട് ഞാൻ ഒരുക്കി തരാം. അമ്മു അവളെ തുറച്ചു നോക്കി. മോളെ. മാധുരി ദയനീയമായി അവളെ വിളിച്ചു. 6 മണിക്ക് പൂജാരി വരും. പിന്നീട് വിവാഹത്തിനുള്ള സമയമാണ്. ഇനി 1 മണിക്കൂർ മാത്രം. മോളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയുണ്ട് എനിക്ക്. തൽക്കാലം അവർ എത്തുന്നതുവരെ അയാൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നതാണ് ബുദ്ധി.
ഇല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ മോളെ അവർ മാറ്റിക്കളയും. ചേച്ചി പറയുന്നത് കേൾക്ക്, പോയി മേല് കഴിയിട്ടുവാ ചെല്ല്. കണ്ണീരുണങ്ങിയ അവളുടെ കവിൾത്തടങ്ങളിൽ നോക്കി വേദനയോടെ മാധുരി പറഞ്ഞു. കിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അമ്മു തലയാട്ടിക്കൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. തലയിലൂടെ വെള്ളം ഒഴുകി ഇറങ്ങുമ്പോൾ ഇതുവരെ താൻ സുരക്ഷിതയായ ആ നെഞ്ചിന്റെ ചൂട് അവൾ ആഗ്രഹിച്ചു പോയി. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ ശബ്ദമില്ലാതെ വിതുമ്പിപ്പോയി. അമ്മു പുറത്തേക്കിറങ്ങി വരുമ്പോൾ മാധുരി വസ്ത്രങ്ങൾ വിടർത്തിയെടുക്കുകയായിരുന്നു. നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രമായിരുന്നു അത്. അവളെ ഓരോന്നണിയിക്കുമ്പോഴും എന്തിനെന്നില്ലാതെ മാധുരിയുടെ ഉള്ളും പിടഞ്ഞു. ഒടുവിൽ തലയിലൂടെ ഷോൾ വലിച്ചിട്ട് അവളുടെ ഒരുക്കം പൂർത്തിയായപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. അമ്മു ഭയത്തോടെ മാധുരിയുടെ കയ്യിൽ പിടിച്ചു വെച്ചു. നോക്കട്ടെ മോളെ, ഇല്ലെങ്കിൽ അവർ ചവിട്ടിപ്പൊളിക്കും. മാധുരി അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് നീങ്ങി. ഡോറ് തുറന്നപ്പോൾ മണവാളന്റെ വേഷത്തിൽ രത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. മാധുരി തല കുനിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് ഒഴിഞ്ഞു നിന്നു. അയാൾ അകത്തേക്ക് കയറിയതും അമ്മു ഭയത്തോടെ ചുവരോട് ചേർന്ന് നിന്നു. ഖൂബ്സൂറത്ത്, അയാൾ മുഖം തെളിച്ച് വക്രിച്ച ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മു അറപ്പോടെ മുഖം തിരിച്ചു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാ നീ എൻ്റെ ഭാര്യയാണ് സുന്ദരി. ആ നിമിഷം മുതൽ എന്നെ ഇങ്ങനെ അറപ്പോടെ നോക്കാൻ നിനക്ക് കഴിയില്ല. അല്ലെങ്കിൽ മലയാളി പെണ്ണുങ്ങൾക്ക് ഇത്തിരി ഭംഗി കൂടുതലാണ് അല്ലേ മാധുരി? അയാൾ മാധുരിയെ നോക്കി പറഞ്ഞപ്പോൾ മാധുരി ഭാവഭേദമൊന്നുമില്ലാതെ നിന്നു. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ റാണിയെയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കണം, മാധുരിയെ നോക്കി പറഞ്ഞിട്ട് അയാൾ മുറി വിട്ടിറങ്ങിപ്പോയപ്പോൾ മാധുരി നെഞ്ചിൽ കൈവച്ചതുപോലെ വാതിൽ കുറ്റിയിട്ടു. അമ്മു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു. ഇതിലെയാണ് സിഗ്നൽ കാണിക്കുന്നത് സച്ചി, മുന്നോട്ടുള്ള ഇടുങ്ങിയ വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. സാധാരണ ഒരു ഷർട്ടും പാൻസും ആയിരുന്നു അവരുടെ വേഷം. കയ്യിൽ കുറെ ചരടുകളും കെട്ടിയിട്ടുണ്ടായിരുന്നു. കാമാത്തിപുരിയിലെ ചില സ്ത്രീകൾ അവരെ മൂവരെയും വശ്യതയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ കണ്ണുകളിൽ സംശയഭാവമായിരുന്നു. വൃത്തിരഹിതമായ അഴുക്കുചാലുകൾക്കിടയിലൂടെ മുഖം ചുളിച്ചവർ നടന്നു. സ്ട്രീറ്റ് നമ്പർ 16 എന്ന ബോർഡ് കണ്ടപ്പോൾ കിച്ചുവിൻ്റെ കാലുകളുടെ വേഗത കൂടി. മൂന്നാമത്തെ വീടിൻ്റെ മുറ്റത്തെത്തിയതും രണ്ടുപേർ അവർക്ക് മുന്നിൽ ചാടി വീണതും അപ്പോഴായിരുന്നു. ആരാ നിങ്ങൾ? ഭായിയെ ഒന്ന് കാണാൻ സച്ചി ആദ്യം കയറി പറഞ്ഞു. ഇപ്പം പറ്റില്ല, അകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുക. അതിലൊരുവൻ പറഞ്ഞപ്പോൾ കിച്ചു പല്ല് കടിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞപ്പോൾ രാകേഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. പ്ലീസ്, ഇതൊരു അത്യാവശ്യ കാര്യമാണ്. സച്ചി പിന്നെയും പറഞ്ഞതും അകത്തുനിന്നൊരു നിലവിളി കേട്ടതും ഒന്നിച്ചായിരുന്നു. കിച്ചു പരിഭ്രമത്തോടെ അവനെ തള്ളി മാറ്റി അകത്തേക്കോടി. ശ്വാസം വിലങ്ങി കിച്ചു അകത്തേക്ക് പോയപ്പോൾ കണ്ടു ചോര പൊടിഞ്ഞ് തുടങ്ങിയ വയറിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരുവനെ. അവൻ്റെ കണ്ണുകൾ അമ്മുവിനായി ചുറ്റും പരതി. കുഞ്ഞോളെ, അവൻ ചുറ്റും നോക്കി വിളിച്ചപ്പോൾ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചൊരുവൾ ഓടി വന്നു. അവളുടെ നെറ്റിയിൽ നിന്നും ചോര കിനിയുന്നുണ്ടായിരുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടു. അവളുടെ കരച്ചിലോടെയുള്ള മറുപടി കേട്ട് കിച്ചു തരിച്ചു നിന്നു. അരമണിക്കൂർ മുൻപ്. കൊണ്ടുവാ അവളെ. മാധുരിയുടെ പിന്നിൽ ഭയന്ന് നിന്ന അമ്മുവിനെ നോക്കി രത്തൻ അലറി. അമ്മു മാധുരിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. മാധുരി നിസ്സഹായയായി അവളെ നോക്കി. ചെല്ലും മോളെ, ഇല്ലെങ്കിൽ അയാളുടെ രാക്ഷസം പുറത്തു ചാടും, മാധുരി വേദനയോടെ പറഞ്ഞതും അമ്മു സർവ്വവും തകർന്നവളെ പോലെ മുന്നോട്ട് നടന്നു. അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ മുൻവാതിലേക്ക് പോയി. സമയമായി, വധുവും വരനും ഇങ്ങോട്ടിരിക്കൂ. പൂജാരി അവരെ നോക്കി പറഞ്ഞപ്പോൾ ഭയന്നു മാറി നിന്ന് അമ്മുവിനെ വലിച്ചഴിച്ച് രത്തൻ അഗ്നികുണ്ഡത്തിന്റെ മുന്നിലിരുത്തി. മാധുരി മുൻവാതിലിലേക്ക് നോക്കി നിരാശയോടെ മുഖം തിരിച്ചു. രക്ഷപ്പെടാനുള്ളൊരു കച്ചിത്തുരുമ്പിനായി അമ്മു ചുറ്റിലും നോക്കി. രത്തന്റെ അനുയായികൾ 4 പേരും അവർക്ക് ചുറ്റിലുമായി നിൽക്കുന്നുണ്ട്. അമ്മു ചുണ്ടു വിതുമ്പി മാധുരിയെ നോക്കി. മാധുരി അവളെ നോക്കി തലകുനിച്ചു. 2 ഹാരങ്ങൾ പൂജാരി അവർക്ക് നേരെ നീട്ടി. അമ്മു ഹാരം വാങ്ങാതെ തല കുമ്പിട്ടിരിക്കുന്നത് കണ്ട് രത്തൻ ഹാരം അവളുടെ കയ്യിൽ അമർത്തി വെച്ചു കൊടുത്ത് അവളെ ദഹിപ്പിച്ചു നോക്കി. പരസ്പരം അണിയിച്ചോളൂ, പൂജാരി പറഞ്ഞപ്പോൾ രത്തൻ ഹാരം അവളുടെ കഴുത്തിലിടാനാഞ്ഞതും അമ്മു കഴുത്ത് വെട്ടിച്ചു. അവൻ്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മര്യാദയ്ക്കെന്നെ അനുസരിച്ചോ, ഇല്ലെങ്കിൽ ഈ ചുവന്ന തെരുവിൽ വെറും ശരീരം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തിയാകും നീ. അയാൾ പകുതി മലയാളത്തിലും ഹിന്ദിയിലുമായി പറഞ്ഞപ്പോൾ അമ്മു പകപ്പോടെ അവനെ നോക്കി. അവൻ കുത്തിപ്പിടിച്ച കവിളുകളിൽ അവൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. കണ്ണടച്ചവൾ വേദനയെ അമർത്തിപ്പിടിച്ചപ്പോൾ മെഴുകുതിരി വെളിച്ചം പോലെ കിച്ചുവിൻ്റെ മുഖം മികവോടെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പാടില്ല, ഇവിടെ ഞാൻ തോറ്റുപോയാൽ എനിക്ക് വേണ്ടി ജീവിച്ച പാവം മനുഷ്യൻ തോറ്റുപോകും. എൻ്റെ ജീവിതം ഒന്നുമല്ലതായി തീർന്നാൽ എന്നെ തള്ളിക്കളഞ്ഞവർക്ക് മുന്നിൽ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ കൊച്ചേട്ടനെ അപമാനിക്കപ്പെടും. ഞാനിവിടെ അകപ്പെട്ടെന്ന് പുറം ലോകം അറിഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ട് വിറ്റതാണെന്ന് എല്ലാവരും കരുതും. പാടില്ല, കൊച്ചേട്ടൻ ഒരിക്കലും ആർക്കു മുന്നിലും അപമാനിക്കപ്പെടാൻ പാടില്ല. അമ്മു ഉറച്ച മനസ്സോടെ അവനെ രൂക്ഷമായി നോക്കി.
മുന്നിൽ പൂജാരി കൊണ്ടുവച്ചിരുന്ന പൊടികളിലൊന്ന് അവൾ കയ്യിൽ വാരിയെടുത്ത് അവൻ്റെ കണ്ണുകളിൽ എറിഞ്ഞു. രത്തൻ കണ്ണു നീറിക്കൊണ്ട് അലറി. അമ്മു വേഗം ചാടി എണ്ണീറ്റ് ഓടാൻ ശ്രമിച്ചതും രത്തൻ്റെ കിങ്കരന്മാർ അവളെ തടഞ്ഞു വെച്ചു. ഒരു ചീറ്റപ്പുലിയെ പോലെ രത്തൻ അവൾക്ക് നേരെ ചാടി വന്നതും മാധുരി ഇടയിൽ കയറി. വേണ്ട ഭായി, അവളെ ഒന്നും ചെയ്യരുത്, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്. മാധുരി കൈകൂപ്പി കരഞ്ഞു പറഞ്ഞപ്പോൾ രത്തൻ അവളെ പിടിച്ചു തള്ളി. അവൾ ചുവരിൽ നെറ്റിയടിച്ച് നിലത്ത് വീണു. നീ എന്തടി കരുത്, എന്നിൽ നിന്നും രക്ഷ നേടാമെന്നോ? മരണം വരെ ഒരു പുഴുവിനെ പോലെ നീ എൻ്റെ കാൽ ചുവട്ടിൽ കിടക്കും. കയ്യിലെ മംഗൾസൂത്രയുമായി രത്തൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഇനിയൊരു മുഹൂർത്തത്തിൻ്റെ ആവശ്യമില്ല, ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടും. അതോടെ നീ എൻ്റെ ഭാര്യ, എൻ്റെ അടിമ. അവൻ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ തൊട്ടു മുന്നിലായി വന്നു നിന്നു. അമ്മുവിനെ രണ്ടുപേർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും അവൾ ആകുന്ന വിധം കുതറുന്നുണ്ട്. രത്തൻ അവളുടെ കഴുത്തിൽ മംഗൾസൂത്രം ചേർത്ത് വെക്കാൻ ശ്രമിച്ച നേരം അവൻ്റെ മർമ്മത്തിൽ അമ്മു ആഞ്ഞു ചവിട്ടി. ഒരു പുഴുവിനെ പോലെ അവൻ നിലത്ത് വീണു പിടഞ്ഞു. രത്തൻ താഴെ വീഴുന്നത് കണ്ട് അവർ അമ്മുവിൻ്റെ പിടിവിട്ട് രത്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മു ഓടി വന്ന് മാധുരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡേ! രത്തൻ അവളെ നോക്കി അലറിക്കൊണ്ട് പാഞ്ഞു വന്നതും കയ്യിലെ കത്തികൊണ്ട് അമ്മു അവൻ്റെ വയറ്റിൽ കുത്തി. രത്തൻ്റെ കണ്ണുകൾ തള്ളി പുറത്തു വന്നു. മാധുരി പകപ്പോടെ അവളെ നോക്കി. അവൾ അമ്മുവിൻ്റെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി അവളെ നോക്കി. പുറകിലെ വാതിലൂടെ ഓടി രക്ഷപ്പെട്ടോ, ഇനി മോൾ ഇവിടെ നിന്ന് അവന്മാർ നിന്നെ കൊന്നുകളയും. പൊയ്ക്കോ വേഗം. അമ്മു വിലങ്ങനെ തലയാട്ടി. ചേച്ചി വാ, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. ഇല്ല കുട്ടി, ഞാനിവിടെ വേണം. മോളെ അന്വേഷിച്ച് വരുന്നവർക്ക് നിന്നെ കണ്ടെത്താനുള്ള സൂചന നൽകാൻ ഞാൻ ഇവിടെ തന്നെ വേണം. പൊയ്ക്കോ മോളെ, മാധുരി കണ്ണു നിറച്ച് അവളോട് പറഞ്ഞു. ഒരുവൻ അമ്മുവിന് പിന്നാലെ വരാൻ ശ്രമിച്ചതും മാധുരി അവൻ്റെ കാലിൽ ചവിട്ടി വീഴ്ത്തി. അമ്മുവിനെ മാധുരി തന്നെ പിന്നിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്ത് പുറത്തെത്തിച്ചു. കിച്ചു, നീ വേഗം പിന്നാലെ വെക്കോ, അധിക ദൂരമൊന്നും അമ്മു പോയിട്ടുണ്ടാവില്ല. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സച്ചി കിച്ചുവിനോടായി പറഞ്ഞപ്പോൾ പോകാനാഞ്ഞ അവനെ മാധുരി തടഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്ക് ആ വഴി പോകരുത്. സ്ത്രീകൾ മാത്രം പോകുന്ന വഴിയിലൂടെയാണ് അമ്മുവിനെ ഞാൻ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ആ വഴി പോയാൽ ഉറപ്പായോ ദോഷം ചെയ്യും. കിച്ചു നിസ്സഹായനായി സച്ചിയെ നോക്കി. ആ വഴി അവസാനിക്കുന്നത് സ്ട്രീറ്റ് 18-ലാണ്. അവിടെ എത്തിയ അമ്മുവിനെ കാണാനാവും. അപ്പോഴേക്കും സച്ചിയുടെ നിർദ്ദേശമനുസരിച്ച് പോലീസ് ഫോഴ്സ് അവിടെ എത്തിയിരുന്നു. ഒരുപാട് ബ്ലഡ് പോയതിനാൽ രത്തൻ അബോധാവസ്ഥയിലായി. ഇയാളെ എന്തിനാ സർ കൊണ്ടുപോകുന്നത്? ഇവിടെ കിടന്ന് ചോര വർന്ന് തീരട്ടെ, മാധുരി വെറുപ്പോടെ രത്തനെ നോക്കി പറഞ്ഞു. കിച്ചു നോക്കിയപ്പോൾ അവളുടെ നെറ്റിയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവൻ അവളുടെ നെറ്റിയിൽ ഒപ്പിക്കൊടുത്തു. മാധുരി വേദന കൊണ്ട് മുഖം ചൊളിച്ചു. എങ്കിൽ സ്ട്രീറ്റ് 18-ൽ പോകാം കിച്ചു. കുട്ടി ഞങ്ങൾക്കൊപ്പം നിന്നോളൂ, ഇനി ഇവിടെ തുടരണ്ട. പുതിയൊരു പുലരിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെയാണ് മാധുരിക്ക് തോന്നിയത്. അവർക്കൊപ്പം പോകുമ്പോഴും അമ്മു എവിടെ എത്തിയെന്ന് ചിന്തയായിരുന്നു അവൾക്ക്. കിച്ചുവിൻ്റെ കാലുകൾക്ക് തളർച്ച വന്നിരുന്നു. അവൻ്റെ വേദന നിറഞ്ഞ മുഖം കണ്ട് രാകേഷ് അവനെ ചേർത്ത് പിടിച്ചു. അമ്മു, നീ വളർത്തിയ കുഞ്ഞല്ലേടാ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയും വലിയ ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്നും ആരുടെയും സഹായമില്ലാതെ അവൾ രക്ഷപ്പെട്ടില്ലേ. അവളെ തിരിച്ചു കിട്ടും. നീ തളർന്നു പോയാൽ നമുക്ക് അമ്മുവിനെ കണ്ടെത്താനാകില്ല കിച്ചു. ഈ കുട്ടി പറഞ്ഞതുപോലെ അമ്മു അവിടെ എത്തിയിട്ടുണ്ടാവും. രാകേഷിൻ്റെ വാക്കുകൾ കേട്ട് ഒരു പ്രതീക്ഷയുടെ പുൽനാമ്പ് അവൻ്റെ മനസ്സിൽ കിളർത്തു. എന്നാൽ അമ്മു ഓടിക്കേറിയത് സ്ട്രീറ്റ് 19-ലേക്കുള്ള വഴിയിലായിരുന്നു. തളർച്ചയോടെ അവൾ ഒരു വീടിൻ്റെ ചുവരിൽ ചാരി നിന്ന് കിതപ്പടക്കി. തൊണ്ട വരണ്ടു പൊട്ടിയ അമ്മു വെള്ളത്തിനായി ചുറ്റും പരതി. ആ വീടിൻ്റെ വാതിൽ കൊട്ടിയതും അണിഞ്ഞൊരുങ്ങിയ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. വിവാഹവേഷത്തിൽ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ അവർ സംശയത്തോടെ നോക്കി. പാനി, അമ്മു തളർച്ചയോടെ പറഞ്ഞപ്പോൾ അവർ അവളെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. അമ്മു അത് വലിച്ചു കുടിച്ച് നന്ദിയോടെ അവരെ നോക്കി. അവിടെ നിന്ന് 2 പുരുഷന്മാർ അവളെ വഷള ചുവയോടെ നോക്കി. പരസ്പരം സംസാരിച്ചപ്പോൾ അമ്മു ഭയത്തോടെ അവിടെ നിന്നും ഓടി. ജീവൻ കയ്യിൽ പിടിച്ച് സ്വന്തം മാനത്തിനും ജീവനും വേണ്ടി അവളുടെ കാലുകളുടെ വേഗത കൂടി. ഒരു ഇടവഴി തിരിഞ്ഞ് 2 വീടുകൾ അവസാനിക്കുന്നിടത്തെത്തിയപ്പോൾ അതൊരു പൊതുവഴിയായിരുന്നു. അമ്മു മുന്നോട്ട് നടന്നപ്പോൾ പലരും അവളെ സംശയത്തിൻ്റെ കണ്ണുകളോടെ നോക്കി. ആ ഓട്ടം എവിടെ അവസാനിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. തീപ്പട്ടിക്കൂടുകൾ അടുക്കി വെച്ചതുപോലെയുള്ള ചെറിയ വീടുകൾ നിറഞ്ഞ ആ ചേരി പ്രദേശത്തിൻ്റെ അവസാനം എവിടെയായിരിക്കുമെന്നോർത്ത് അവൾ നിസ്സഹായയായി നിന്നു. 2-3 പേരോടായി എന്തൊക്കെയോ ചോദിച്ചു നിൽക്കുന്ന ഒരുവനെ അവൾ കണ്ടു. അവൻ അസ്വസ്ഥനായി നെറ്റിയൊഴിയുന്നതും പ്രതീക്ഷയോടെ ചുറ്റിലും നോക്കുന്നതും അവൾ കണ്ടു. ഒരു കാറ്റുപോലെ അവൾ ഓടി അവൻ്റെ നെഞ്ചിൽ ചേർന്നു. അവൻ പകപ്പോടെ തന്നിൽ വന്നമർന്ന ആ പെൺകുട്ടിയെ നോക്കി. അജയ്, അവൾ വിതുമ്പിക്കൊണ്ട് അവനെ മുറുക്ക പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ അജയ് പിടച്ചിലോടെ അവളെ തന്നിൽ നിന്നും വേർപെടുത്തി അവളെ നോക്കി. മേഘേ, താൻ ഇത് എവിടെയായിരുന്നു? അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു.
അവളുടെ വേഷം കണ്ട് അവൻ്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. ഇരുട്ടു പറന്ന തെരുവിൽ മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റുകളുടെയും വീടുകളിലെ ബൾബുകളുടെയും പ്രകാശം നിറഞ്ഞു. ചുഴിയിലകപ്പെട്ട് വഞ്ചി കരയ്ക്കെടുത്ത ആശ്വാസമായിരുന്നു അമ്മുവിൻ്റെ മനസ്സ് നിറയെ. രാത്രിയിൽ ഉണർന്നിരിക്കുന്ന കാമാത്തിപുരയിലേക്ക് പതിയെ തിരക്ക് നിറഞ്ഞു തുടങ്ങിയപ്പോൾ അജയ് അവളെയും കൊണ്ട് അവിടുന്ന് നടന്നു. അജയ് അവളെയും കൊണ്ട് പുറത്തേക്കുള്ള വഴിയിലേക്ക് നീങ്ങിയപ്പോഴാണ് കുറച്ചാളുകൾ അവരെ വളഞ്ഞത്. അമ്മു ഭയത്തോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അജയ് അവളെ നോക്കി ഒന്നുമില്ലെന്ന ഭാവത്തിൽ കണ്ണു ചിമ്മി. ആരാ നീ? ഈ പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാ? ഇവളെ ഒരുപാടങ്ങ് സുഖിച്ചെന്ന് തോന്നുന്നു. അതാണോ കൂടെ കൊണ്ടുപോകുന്നത്? കൂട്ടത്തിൽ ഒരുവൻ വഷള ചുവയോടെ പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് അജയ് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അയാൾ പറഞ്ഞതൊന്നും മനസ്സിലാകാതെ നിന്ന അമ്മു അയാളുടെ കറ പുരണ്ട പല്ലുകളും ബീഡിക്കറ പറ്റിയ കറുത്ത ചുണ്ടുകളുമുള്ള ആ മുഖത്തേക്ക് അറപ്പോടെ നോക്കി. അതെന്തിനാ നീ അറിയുന്നത്? മാറി നിൽക്ക്, ഞങ്ങൾക്ക് പോണം. അജയ് അമ്മുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും മറ്റൊരുവൻ അവർക്ക് മുന്നിൽ തടസ്സമായി നിന്നു. ഇത് ഞങ്ങളുടെ തെരുവാ. ഞങ്ങളെ എതിർത്ത് ഇവിടുന്ന് ഇവളെയും കൊണ്ട് പോകാമെന്ന് നീ വിചാരിക്കണ്ട. ഈ പെണ്ണിനെ എവിടുന്ന് കിട്ടിയോ അവിടെ കൊണ്ടാക്കിയിട്ട് നീ പോയിക്കോ. അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ തടയ്. അജയ് വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവരോട് മുരണ്ടു. അവരുടെ ഭാഗത്തു നിന്ന് ആൾക്കാർ കൂടുന്നതും കൂടുതൽ പേര് മുന്നോട്ട് വരുന്നതും കണ്ട് അമ്മു പേടിയോടെ അജയ്യെ നോക്കി.